ഡബ്ലിൻ എയർപോർട്ടിൽ വെളുപ്പാങ്കാലത്തെ വന്ന് പോസ്റ്റ് അടിച്ചിട്ട് ഇതാ ഫൈനലി ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ഫ്ലൈറ്റിൽ കയറാൻ ക്യൂ വന്നപ്പോൾ പരിചയപ്പെട്ട ചേച്ചിയാണ്. വെക്സ്ഫോർഡിൽ ഒരു IT കമ്പനി വർക്ക് ചെയ്യുകയാണ്. എല്ലാവരും ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് പല പല സീറ്റ് നമ്പറുകളാണ്. ക്യൂവിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട ചേച്ചിക്ക് ടാറ്റയും കൊടുത്തിട്ട് ഞാൻ എൻ്റെ സീറ്റ് തപ്പി കിടക്കുവാണ്. 39K ആണ് എൻ്റെ സീറ്റ്. ഞാൻ വിൻഡോ സീറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു ഓൺലൈനിൽ. ഇന്ന് നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ള ഒരു നല്ലൊരു കാലാവസ്ഥയാണ് പുറത്ത്. കഴിഞ്ഞ പ്രാവശ്യം ലീവിന് പോയപ്പം പുറത്ത് ഭയങ്കര മഴയും ഇരുട്ടൊക്കെ ആയിരുന്നു. സമ്മർ സീസൺ തുടങ്ങാറായി, അതുകൊണ്ടാണ് ഈ പുറത്തൊക്കെ വെളിച്ചം കാണുന്നത്. അല്ലെങ്കിൽ രാവിലെ 10 മണിയായാലും നേരം വെളുക്കൂല. അങ്ങനെ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നാട്ടിലേക്ക് പോവാണ്. വിസ്മയ മഞ്ജു ചേച്ചിയൊക്കെ വേറെ സീറ്റിലാണ്. അവർ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് സീറ്റ് നമ്പറൊക്കെ വേറെ വേറെയാണ്. വിൻഡോ സീറ്റ് ആയതുകൊണ്ട് സൈഡിൽ ഇരുന്ന് അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ പിടിക്കാൻ പറ്റി. ഇപ്രാവശ്യം പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ അയർലൻഡിന്റെ പ്രകൃതി ഭംഗി ഒരു രക്ഷയില്ല. ഫ്ലൈറ്റിൽ നോക്കുമ്പോൾ ഉള്ള കാഴ്ച ഒന്നും പറയല്ല, സൂപ്പറാണ്. ഇങ്ങനെ ഈ ഒരു വൈബിൽ കാഴ്ചകളെ കാണണമെങ്കിൽ അത് വിൻഡോ സീറ്റ് തന്നെ ഇരിക്കണം, എന്നാലേ നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിൻഡോ സീറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തത്. പിന്നെ ഇന്നത്തെ കാലാവസ്ഥയും കൂടെ അടിപൊളിയാണ്ട് ഒന്നും പറയാനില്ല, ഒരേ പൊളി. ഇത് എത്തിഹാദ് ഫ്ലൈറ്റ് ആണ്. ഡബ്ലിനിൽ നിന്ന് അബുദാബിയിലേക്ക്, പിന്നെ അബുദാബിയിൽ നിന്ന് ട്രിവാൻഡ്രം, അങ്ങനെയാണ് നമ്മളെ യാത്ര. ഡബ്ലിനിൽ നിന്ന് അബുദാബി വരെ 8 മണിക്കൂറുണ്ട്. ഇരുന്നിരുന്ന് കൊണ്ടു തിരിച്ചൊരു പരുവാവും. ഡബ്ലിനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. വന്നു കഴിഞ്ഞാൽ കുറച്ച് അവേഴ്സ് കുറഞ്ഞിട്ടുമായിരിക്കും. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു. ഉറക്കത്തിനിടയിൽ നല്ല മണം അടിച്ച് കണ്ണൂർ നോക്കിയപ്പോൾ എയർ ഹോസ്റ്റസ് ചേച്ചി കുപ്പിയും ഫുഡുമായിട്ടൊക്കെ വന്ന് നീക്കുകയാണ്. ഇപ്രാവശ്യം കിട്ടിയത് ഗ്രിൽഡ് ചിക്കനും സ്മാഷ് പൊട്ടറ്റയും സലാഡൊക്കെ ആയിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ലപോലെ ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള അടിപൊളി ഫുഡായിരുന്നു ഇപ്രാവശ്യം കിട്ടിയത്. മാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ആംസ്റ്റർഡാം എത്തിയായിരുന്നു. പുറത്തേക്ക് നോക്കിയപ്പോൾ മാപ്പിൽ കാണുന്ന ഏറെക്കുറെ അതേ സ്ഥലങ്ങൾ തന്നെയാണ് താഴെയും കാണുന്നത്. അതിൻ്റെ താഴെ കൂടെ വേറൊരു കുഞ്ഞു ഫ്ലൈറ്റും പോകുന്നുണ്ട്. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് ഒരു ഉറക്കവും കൂടെ ഉറങ്ങി. വിൻഡോ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് നോക്കിയപ്പം ഫുള്ള് മരുഭൂമി. അങ്ങനെ യൂറോപ്പിൽ നിന്ന് ഫ്ലൈറ്റ് ഗൾഫ് കൺട്രീസിലേക്ക് പാസ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം ഒരു പിസ്സയും ടീ കോഫി ആയിട്ടൊക്കെ എയർ ഹോസ്റ്റസ് ചേച്ചിമാർ വീണ്ടും എത്തി. പിന്നെ ഉറങ്ങിയൊന്നുമില്ല, ഒരു സിനിമയൊക്കെ കണ്ട് അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. അന്വേഷിപ്പിൻ കണ്ടെത്തിയെന്നുള്ള സിനിമയാണ് കണ്ടത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ അബുദാബി എയർപോർട്ട് എത്തി. 8 മണിക്കൂറോളം ഇരുന്ന് കൊണ്ടുകയറിച്ച് ഞാൻ എണീച്ച് പോവാണ്. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ മാക്സിമം അങ്ങനെ ബാത്റൂമിലൊന്നും പോകാറില്ല, അങ്ങനെ തന്നെ ഇരിക്കും. അബുദാബിയിൽ ആകെ 2 മണിക്കൂർ വെയിറ്റിംഗ് ടൈം ഉള്ളായിരുന്നു. നേരെ അടുത്ത ഗേറ്റിലേക്ക് പിടിച്ചു. C31 ആയിരുന്നു. എയർപോർട്ടിൽ ഇറങ്ങി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിന്ന് ഫ്രഷ് ആയപ്പോൾ തന്നെ ടൈമായിരുന്നു. അബുദാബിയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ 4 മണിക്കൂറോളം ഉണ്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് വന്ന് റൈസും ചിക്കൻ കറിയും ദാലും ആയിരുന്നു. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഫൈനലി ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ പുറത്തെത്തി. എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി പതിപോലെ കൂട്ടുകാരന്മാർ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ച കുപ്പിയുടെ ഷെയർ വാങ്ങാൻ വേണ്ടി വെളുപ്പാങ്കാലത്ത് ഉറക്കമണിച്ച് വേറെ ആളും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ നാട്ടിലെത്തി കഴിഞ്ഞിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.